അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ വടക്കാഞ്ചേരി മുൻ എം.എൽ.എ. അനിൽ അക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ചൊവ്വാഴ്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള വിപുലമായ ചുമതലകൾ കൂടുതൽ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനും പഞ്ചായത്തിൽ പുതിയ നേതാക്കൾക്ക് അവസരം നൽകുന്നതിനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി തീരുമാനപ്രകാരം അടുത്ത 2 വർഷത്തേക്ക് 20ാം വാർഡ് മെമ്പർ P.J. ദേവസി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകും. ശേഷിക്കുന്ന കാലയളവിൽ 9ാം വാർഡ് മെമ്പർ T.D. വിൽസൺ പ്രസിഡന്റായി ചുമതലയേൽക്കും. താൻ അടാട്ട് പഞ്ചായത്തിലെ 15ാം വാർഡ് മെമ്പറായി തുടരുമെന്നും ജനങ്ങളോടൊപ്പം പഴയതിലും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുമെന്നും അനിൽ അക്കര പറഞ്ഞു. ഞാൻ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അടാട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഈ 2 ഉത്തരവാദിത്തമുള്ള പദവികൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രായോഗികമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. കാരണം നമുക്കറിയാം 7 ദിവസം 8 ദിവസം തുടർച്ചയായി ഇവിടെ ഉണ്ടായാൽ മാത്രമാണ് 7 ദിവസം പോരാതെ വരികയാണ്. 8 ദിവസമെങ്കിലും തുടർച്ചയായി ഉണ്ടായാലാണ് ഇവിടുത്തെ വർക്കുകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരുവനന്തപുരത്ത് 4 ദിവസം ശരാശരി ഒരാഴ്ചയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദവി മതി എന്നുള്ള തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനമാണ്. നേരത്തെ തന്നെ പഞ്ചായത്ത് മത്സരിക്കുന്ന സമയത്തും ഈ തീരുമാനം എടുത്താണ്. പഞ്ചായത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പദ്ധതികൾ മുടങ്ങിപ്പോയ പദ്ധതികളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒരു റൂട്ടിലാക്കിയതിന് ശേഷം ഒഴിയാൻ നേരത്തെ തീരുമാനം എടുത്താണ്. അപ്പോൾ അതൊരു 6 മാസം മതി എന്ന് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 മാസം തുടർന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുത്തു. പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അടാട്ട് മോഡൽ തീർച്ചയായും തുടരാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് രാജിവെച്ചത്.